നമസ്കാരം. കേട്ടറ്റ് യോഗ്യത പരീക്ഷയെ സംബന്ധിച്ച് 1/1/2026 ഇറക്കിയ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വിശദമായി. ഉത്തരവ് സ്ക്രീനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും ലഭ്യമാണ്. GOMS നമ്പർ 1/2026 ജനറൽ എഡ്യൂക്കേഷൻ തീയതി 1/1/2026. 2012 മുതൽ 2025 വരെയുള്ള സർക്കാർ ഉത്തരവും അതോടൊപ്പം തന്നെ 1/9/2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായവും ഉൾപ്പെടെ 20ഓളം പരാമർശങ്ങൾ പരിഗണിച്ചാണ് 1/1/2026 കേട്ടറ്റ് യോഗ്യതാ പരീക്ഷയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. ഉത്തരവിലെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ: കാറ്റഗറി 1, 2 ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാം. കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രമേ പരിഗണിക്കൂ. കാറ്റഗറി 3 നേടിയ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള ഭാഷാ അധ്യാപകർക്ക് കാറ്റഗറി 4 വേണ്ട എന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇളവ് തുടരുന്നതാണ്. സെറ്റ്, നെറ്റ്, MPhil, PhD, MEd യോഗ്യത നേടിയവരെ കാറ്റഗറി 1 മുതൽ 4 വരെ യോഗ്യത നേടുന്നതിനുള്ള ഇളവ് ഈ പുതിയ ഉത്തരവിലൂടെ സർക്കാർ റദ്ദാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 9/3/2018 സർക്കുലറിലെ ഇളവാണ് ഇതോടെ ഇല്ലാതായത്. കാറ്റഗറി 3 യോഗ്യത നേടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകർക്ക് മാത്രം ഇനി മുതൽ HM പ്രൊമോഷൻ ഉള്ളൂ എന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് HST, HST ജൂനിയർ തസ്തികയിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനങ്ങളിൽ ലഭിക്കും. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 1 നിന്നും CTET എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 2 നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ഒഴിവാക്കൽ തുടരുന്നതാണ്. CTET പ്രൈമറി സ്റ്റേജുകാരെ LPയിലും CTET എലിമെൻ്ററി സ്റ്റേജുകാരെ UPയിലും അവർക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് HSST, HM കാറ്റഗറിയിൽ നിന്നുള്ള പ്രൊമോഷൻ നിലവിലുള്ള രീതി തന്നെ തുടരുമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. HST, UPSC, LPSC ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനും അതാത് കാറ്റഗറിയിലെ യോഗ്യത നേടിയവരെ പരിഗണിക്കുമെന്ന് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നു. HSST ജൂനിയർ തസ്തികയിലേക്ക് യോഗ്യത നേടിയ HSST മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ലാബ് അസിസ്റ്റന്റ് എന്നിവരെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് നിലവിലുള്ള രീതി തന്നെ തുടരുന്നതാണ്. ഈ വ്യക്തമാക്കിയ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കുമെന്നും 1/6/2026 ഉത്തരവിൽ പറയുന്നു. ചുരുക്കത്തിൽ, ഏത് തസ്തികയിൽ ജോലി ചെയ്യുന്നുവോ ആ തസ്തികയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന കേട്ടറ്റ് യോഗ്യത നേടുന്നതാണ് ഏറെ സുരക്ഷിതം. 2018 സർക്കാർ സർക്കുലറിലൂടെ ഇളവുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും 7 വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പേരിൽ ഇപ്പോൾ അത് റദ്ദാക്കിയിരിക്കുകയാണ്. സർക്കാരിനെ ഉത്തരവുകൾ ഇറക്കി മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അധ്യാപക സമൂഹമാണ്. താങ്ക് യു.